മഴ വരുത് കൂടെ കൊണ്ടുവാ. മഞ്ഞ് മാത്രമേ ഉള്ളതേ, ഒന്നും കാണുന്നില്ല. തിരിച്ചോടിയിട്ട ഞാൻ ഓടുന്നുള്ളൂ. ഞങ്ങള് ട്രക്കിങ്ങിന് വന്നതാണ്. ഇത് വാഗമണ്ണാണ്. ഇതെന്തൂട്ടാ പാലവരി പാലരുവി എല്ലാം എന്തുട്ടാ വരട്ടുമേട്. അതിന്റെ മണ്ടക്കൊക്കെ എത്താൻ പറ്റുമോ അറിയത്തില്ല, കാരണം ഞാൻ ഓൾറെഡി ഭയങ്കര വീക്കാണ്. എനിക്ക് തോന്നുന്നു ഇന്നലെ മൊട്ടക്കുന്നിന്റെ മണ്ടയ്ക്ക് കിടന്ന് കുറെ അറമാദിച്ചായിരുന്നു. ചിലപ്പോൾ അതിനെ ഉണ്ടാവും. പിന്നെ നൈറ്റ് ഞങ്ങൾ വണ്ടിയിൽ തന്നെയാണ് സ്റ്റേ ചെയ്തത്. അതിന്റെ ക്ഷീണം, പിന്നെ അന്യായ മഞ്ഞായിരുന്നു ഇന്നലെ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റ് ഇതേ ട്രക്കിങ്ങിന് പോവാണ്. അധികം ആൾക്കാരൊന്നും ഇല്ല, എന്നാലും 1-2 ജീപ്പുകൾ പോയി. വണ്ടി കയറുന്ന വഴിയാണ്, പക്ഷെ നമ്മുടെ വണ്ടി ഓഫ് റോഡ് വണ്ടി അല്ലാത്ത കാരണം ഇത് വീട്ടില്ല. ഞാൻ കൂട്ടടിച്ചേ ജീപ്പ് പോകും. അപ്പൊ കുറെ ആൾക്കാരൊക്കെ ജീപ്പിൽ പോയി. കയറിയതേ ഉള്ളൂ, ഇപ്പോഴും ഞങ്ങൾ കിതച്ചു തുടങ്ങി. ഭയങ്കര ടയേർഡ്. ഞാൻ ടയേർഡ് ആയതുകൊണ്ട് അവിടെ വരെ എത്തുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഞങ്ങളുടെ സുഞ്ചനെ കുഴപ്പമൊന്നുമില്ല, സുഞ്ച ഓക്കെയാണ്. സുഞ്ച ഇന്നലെ മുതൽ നല്ല റെസ്റ്റ് ഒക്കെ എടുത്ത് ഫുഡും കഴിച്ച് ഒരു പാർലേജ് അല്ല, രാവിലെ ഒരു ഫുഡ് അല്ലേടാ ഫുഡയുടെ ബിസ്ക്കറ്റും കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അവള് പകുതി ഒന്നും പറയാൻ പറ്റില്ല, ഒരു കാൽഭാഗം കയറിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വന്ന് ഉപ്പാട് വന്നിരിക്കുകയാണ്. ജീപ്പിൽ കൂടെ പോകുന്നവരൊക്കെ ഞങ്ങളെ കളിയാക്കുന്നുണ്ടാവും, തലയ്ക്ക് വല്ല ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ശരിക്കും പണ്ട് ട്രക്കിങ് ഇറങ്ങോട്ട് ജീപ്പൊന്നും ഉണ്ടായിരുന്നു തോന്നുന്നില്ല. പണ്ടെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നല്ല, കുറച്ചാൾ മുമ്പ് വരെ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം ഒരു 2-3 വർഷമായിട്ടുണ്ടാവും. അന്നേരം ഇവിടെ മൊത്തം ഇങ്ങനെ റോഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ മേലെ വരെ ജീപ്പ് പോകുന്നുണ്ട്. എന്തായാലും നടക്കാന്ന് ചോദിച്ചു. ട്രക്കിംഗ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി അബദ്ധം പറ്റിയത് കാരണം നടന്നു പോവുക, അല്ലാണ്ട് ഞങ്ങൾക്ക് മറ്റെന്തൊക്കെ കൂടുതലായതുകൊണ്ടായിരുന്നു വിചാരിക്കരുത്. കുറച്ച് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മേലെ വരെ ജീപ്പ് ഉണ്ടെന്നുള്ളത്. എന്തായാലും നടക്കുന്നതിൽ വിചാരിച്ചിട്ട് അങ്ങ് നടക്കുക. മേലെ പോയി വരെ ലിഫ്റ്റിന് ചോദിച്ചു നോക്കാൻ. നമ്മൾ ഏകദേശം എങ്ങാണ്ട് എത്തിയിട്ടുണ്ട്. അങ്ങോട്ടാ, ഇതെന്ത് സ്ഥലമെന്ന് പോലും എനിക്കറിയത്തില്ല. ഇത് റോഡ്. ഇപ്പൊ റോഡിൽ ഒറ്റ ജീപ്പിന് പോകാനുള്ള വഴിയേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്ത് മലയിൽ കൂടെ നടക്കാന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഇവിടെ കിട്ടിയ കായകനികൾ ഭക്ഷിക്കുകയാണ്. വീഡിയോ ഒക്കെ എടുത്തിട്ട് എങ്ങനെ ചത്തുപോയി കഴിഞ്ഞാൽ. പേരയ്ക്കാ നല്ല പഴുത്തായിരുന്നു താഴെ. അപ്പം നോക്കിയിട്ട് കൊത്തിയിട്ടൊന്നും ഇല്ലായിരുന്നു. എവിടെയൊക്കെ ഒത്തിരി പേരെ നിൽപ്പുണ്ട്. രാവിലെ തന്നെ ആയത് കാരണമായിരിക്കും കിട്ടിയത്. കുറേ കൂടെ കഴിഞ്ഞാൽ ആരെങ്കിലും എല്ലാം അടക്കമൊന്നും തന്നെ ഇതൊക്കെ പൂത്തിക്കുന്നുണ്ടല്ലേ. ശരിക്കും ഇത് കാട്ടുപേരയ്ക്കാ, പക്ഷെ പഴുത്തപ്പം നല്ല മധുരമുണ്ട്. ഓറഞ്ച് അല്ല പിങ്ക്. കൊള്ളാം. ഞങ്ങൾ പകുതി എത്തി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മേലെയുള്ള സ്ഥലങ്ങളിൽ ആരുമില്ലാത്ത സ്ഥലങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ ഡുണ്ടുമോൾക്ക് അപ്പിടാൻ മുട്ടും. അതുകൊണ്ട് നിർത്തിയേക്കുക. പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഇങ്ങനെ മണ്ടക്ക് കയറി നിൽക്കുമ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കുന്ന പരിപാടിയുണ്ട്. ഇവിടെ നിന്നോട് താഴത്തെ റോഡുകളും അവിടുത്തെ വീടുകളും അവിടുത്തെ ടീ എസ്റ്റേറ്റുകളും ഒക്കെ ഇങ്ങനെ വാച്ച് ചെയ്യുക. അപ്പിണ്ടോ? ഉപ്പുണ്ടോ? ഇല്ല. എന്നാ ബാ മേലോട്ട് കാണിച്ചടാ. കണ്ടോ, അതാണ് നമ്മുടെ പോയിന്റ്. അത് മാത്രമല്ല, ഇവിടുന്ന് ഇങ്ങോട്ട് ഇട്ടിട്ടില്ല നോക്കിക്കേ. ഇവിടെ വരെയാണ് ആ റോഡ് വന്നേക്കുന്നത്. ഇതിന് ഇവിടുത്തെ ചേട്ടന്മാർ ഉപയോഗിക്കും മേലോട്ട് കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇടിച്ചുകുത്തി മഴ പെയ്ത് കഴിഞ്ഞാൽ പെടും. ഞങ്ങളപ്പോൾ എൻ്റെ ഇവിടെ ഒരു ബ്രേക്ക് എടുത്ത് ഇവിടെ അതാണെന്ന് തോന്നുന്നു പലരും കയ്യോടെ വന്നപ്പോൾ നമ്മൾ വന്നപ്പോൾ അതൊരു ശരിക്കും വെള്ളം ഉണ്ടായിരുന്നു. കാണുന്നുണ്ട് ആ വീഡിയോയിൽ. ഇവിടെ ഇന്ന് ഈ സെയിം സ്ഥലത്ത് നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒരു ഇത്തിരി സ്നാക്സ് ഒക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാന്ന് ചോദിച്ചു. നല്ല മഴ വരുന്നുണ്ട്. നമുക്ക് റെയിൻകോട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും റെയിൻകോട്ട് എടുത്തിട്ടുണ്ട്. ഡുണ്ടുമോൾക്ക് റെയിൻകോട്ട് എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ഡുണ്ടുമോളുടെ ഡ്രൈ ഫുഡ്, ബ്രെഡ്, മുന്തിരി, കൊക്കക്കോള ഒക്കെ പോലെ ഇച്ചിരി സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ അടുത്തത് അങ്ങോട്ട് കയറി മഴ നനയും. മഞ്ഞ് പോന്നു നോക്കടാ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞായിരുന്നു ഇന്ന് ഇവിടെ മഞ്ഞ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇവ അങ്ങനെ പറഞ്ഞപ്പോഴേ എനിക്കറിയാം ഇവിടെ അതാ കാറ്റിന്റെ ബാലൻസും പോകും, ഗ്രിപ്പും കിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവിടെ പോയി നിക്കണം. നമുക്ക് അവള് നീ വരയാടോ അവിടെ പോയി നിൽക്കാന്, വരയാടൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവളെ സമാനത്തിൽ ഈ കല്ലൊക്കെ വെച്ച് നിർത്തി അങ്ങ് സമാധാനിപ്പിച്ച് പറ്റിപ്പിച്ച്. ഇനി അങ്ങോട്ടും കല്ലുണ്ട്, അങ്ങോട്ട് പോയിക്കേ. അതൊക്കെ കണ്ട വേണം ചിലപ്പോ അവൾ അവിടെ പോയി നിൽക്കും. മഴ വരുത് കൂടെ കൊണ്ടുവാ. മഞ്ഞ് മാത്രമേ ഉള്ളതേ, ഒന്നും കാണുന്നില്ല. ശരിക്കും പാലരുവി പോലും കാണുന്നില്ല. അതെ, പാലരുവിയിൽ ഒരു പാല് പോലെ ആ ചെറിയ നേർത്ത വരകൾ മാത്രമേ കാണുന്നുള്ളൂ, അല്ലാണ്ട് ഒന്നും കാണുന്നില്ല. ഇവിടെ ഒക്കെ നോക്കിയിട്ട് കാറ്റും ഉണ്ട് മഞ്ഞും ഉണ്ട്. ഒരേ സമയം മഞ്ഞും വരുന്നു, കാറ്റും വരുന്നു, മഴ. ഞങ്ങളാണെങ്കിൽ പാറക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് നിൽക്കുകയാണ്. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഇതുപോലെ ഒരു മഞ്ഞുകൂട്ടത്തിനിടെ പെട്ടുപോയായിരുന്നു. എങ്ങോട്ട് പോകണം എന്ന് പോലും അറിയാതെ. ഇതിപ്പോ രാവിലെ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് വെയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 7 മണിയായുള്ളല്ലേ. ശരിക്കും ഞങ്ങൾക്ക് ഇത്രയും മഞ്ഞ് ആദ്യമായിട്ട് കിട്ടും കേട്ടോ. മഞ്ഞൊക്കെ കിട്ടിയിട്ടെങ്കിലും ഇതൊരു അന്യായ മഞ്ഞായി പോയി. ഈ വർഷം എനിക്ക് മഞ്ഞ് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. അഡ്വഞ്ചറസ് ആയിട്ട് പോകണം പറയാൻ പറ്റുന്നത്. സിനിമകളിലൊക്കെ മറ്റേ സ്വർഗത്തിന്റെ വാതിൽ എന്നൊക്കെ പറഞ്ഞ് കാണിക്കത്തില്ല ഇങ്ങനെ ഈ ഡ്രീം ഒക്കെ കാണുമ്പോഴേടാ, ഇങ്ങനെ സ്വർഗത്തിന്റെ വാതിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തുറന്നു കിടക്കുന്നവരെ കാണിക്കുന്ന പോലെ ഉണ്ടാവിടുന്നത്. എന്താ സ്വർഗമാണോ നരകമാണെന്ന് പോയി നോക്കാം. വേറെ ആൾക്കാരൊക്കെ ഉണ്ട്
പക്ഷേ വലുതായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം നമ്മളല്ലാണ്ട് വേറെ ആരും കാണുന്നില്ല. രാവിലെ മുതൽ ഇവിടെ ആൾക്കാർ ജീപ്പിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. ഇവിടെ ആദ്യം തോന്നുന്നുണ്ടായിരുന്നു ഞാൻ എന്റെ കുഞ്ഞുമോള് അവിടെ ഇന്നത്തെ ദിവസം ഇവിടെ നടന്നു വന്നിട്ടുള്ളത്. താഴേന്ന് പിള്ളേരൊക്കെ കയറി വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്, കൂക്കി വിളിച്ച്. അത് കണ്ടപ്പോ എനിക്ക് അവിടെ ഞങ്ങൾ നോക്കുമ്പോ അമ്പാടി പയ്യുകൾ മേയുന്നുണ്ട്. അമ്പാടി പയ്യുകൾ ആദ്യം കണ്ട ഞങ്ങളുടെ കുഞ്ഞുമോള. ശരിക്കും ക്യാമറയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞങ്ങൾ പോയി അമ്പാടി പയ്യുകൾ മേയുന്ന കാണാൻ തീരത്തൊന്ന് മേഞ്ഞിട്ട് വരാം. പശു ഓടിക്കുവാണെങ്കിൽ തിരിഞ്ഞ് അങ്ങോട്ടെങ്കിലും ഓടും. ആദ്യമേ പറയാണ് വാഞ്ചാ പശുവിനെ കണ്ടിട്ടില്ല. പശു ഗോമാത അഞ്ചാ ഗോമാത. കിട്ടി പശുവിനെ കാണുന്നുണ്ട്. ദൂരം നോക്കിയപ്പോ 2 പശുവിനെ കണ്ടുള്ളെങ്കിലും അടുത്ത് വന്നപ്പോഴത്തേക്ക് 4-5 പശു ഉണ്ടെന്ന് മനസ്സിലായി. ഇനി കുറച്ചുകൂടി അടുത്ത് പോകുമ്പോ വേറെ പശു ഉണ്ടെന്ന് അറിയില്ല. മണം പിടിച്ച് നോക്ക്. ഞാൻ വിചാരിച്ചത് എന്തോ പോസ്റ്റ് എന്തോ ഇട്ട് വെച്ചിരിക്കാന്ന വെച്ചില്ല. ഇവിടെ പുഞ്ചറ പോലെ മിക്കതും ഇപ്പൊ ഡുണ്ടു ഓടുന്ന് തിരിഞ്ഞോടും. നമുക്ക് ആവശ്യമായ മുഹൂർത്തം കാണാം. ഡുണ്ടു തിരിഞ്ഞോടിയിട്ടേ ഞാൻ ഓടുന്നുള്ളൂ. കാരണം ഇവരിങ്ങനെ വൈൽഡായിട്ട് നടക്കുന്ന എന്റെ പശുവിന്റെ തരല്ലേ. ചെല്ലു പോയി നോക്ക്, മോൻ പോയി നോക്കിട്ടോ അമ്മച്ചി. എവിടെ കൊമ്പളാൻ പോയി? അത് നമ്മളെ കണ്ടിട്ടില്ല. ഇത് മറ്റൊന്നും ഇല്ല. അവര് കറക്റ്റ് എവിടാ വഴി കിടക്കുന്ന നോക്കണ റോഡ്. അതും കാണില്ലായിരിക്കില്ലേ? നമ്മുടെ വണ്ടിയല്ലോ ആണോ കിടക്കുന്നത്? മോനെ വരുന്നുടാ, വണ്ടിയിൽ സ്ഥലമുണ്ട്. അയ്യോടാ നോക്കിയടാ വരുന്നാ. അതിന്റെ തള്ളയുടെ നോട്ടം കണ്ട വരാടി. ഇത്ര സുഖമായിട്ട് പുല്ലും കഴിച്ച് നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. നിനക്കങ്ങ് ചോദിക്കുന്നില്ലല്ലേ? അവിടെ മെയിലുണ്ടോ? മെയിലില്ലല്ലോ. ചുഞ്ചേട്ടാ മതിയേ അമ്മ ചോയി കുത്തോണ്ടിട്ട് മോനെ താഴെ സിഞ്ചറ നീയല്ലേ പറഞ്ഞ ഓടാൻ സിറ്റ് ചെയ്യുന്നതിന്. മോനെ കയറ്റി വീട്ടിൽ കൊണ്ടുപോട്ടേടാ. പിന്നെ അത് വളർത്തുന്നതായിരിക്കുവോ? വളർത്തുന്നതാണോ ഇത്രയും വെളുപ്പാങ്കാലത്ത് ഇവിടെ നിൽക്കുന്നത്? വീട്ടുകാരെടുക്കുന്നില്ല, ഞാൻ കൊണ്ടുപോക്കോട്ടെ. മോനെ അത് മെയിലല്ലേടാ അത്? എടാ ഇവിടെ ഇഷ്ടം പോലെ വേറെ ഉണ്ട് കേട്ടാ. ആർക്കടി എന്റെ കൊച്ചിനെ കൊണ്ടുപോണ്ടെന്ന് പറയുന്നത്. പോയി പിന്നെ ഉഞ്ച ഓടും, ഉഞ്ച തിരിച്ചൊരോട്ടം ഓടും. അല്ല ഡുണ്ടുവിനെ നമ്മൾ കൊണ്ടുവരുമ്പോ വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ? പെട്ടെന്ന് പശുക്കൂട്ടത്തിലോട്ട് കയറ്റിട്ട് ഞാൻ വിചാരിക്കും അവരുടെ കുട്ടിയാന്ന്. വാ പട്ടിയാണെന്ന് ചിലപ്പോ അവർക്ക് അങ്ങനെ മനസ്സിലാവണമെന്നില്ല. പോയാണ് എന്റെ പാല. അല്ലെ ചിലപ്പോ ഒരു കാര്യമുണ്ട്, ഇവർക്ക് മറ്റേ വൈൽഡ് ഡോഗ്സിന്റെ മണം ഉണ്ടാവില്ല. വീട്ടിൽ വളർന്ന നേരം മനുഷ്യരുടെ മണമായിരിക്കും. അവനെ അവിടെ വന്നിട്ട് നോക്കുവാണേ. എന്നെ പോലെ ഉണ്ട്, പക്ഷെ എന്റെ കൂട്ടല്ല, കഴുത്തിന് വേറെ ബെൽറ്റ് ഒക്കെ ഉണ്ടെന്ന്. ഇത് മെയിലൊന്നും അല്ലടാ, അത് അമ്മയാ, അമ്മ പശുവാ. കണ്ടാലറിയാം ഓർത്തന അവന് കൊമ്പുണ്ട്, അതറിഞ്ഞൂടാ. അവിടെ ഉണ്ടടാ അമ്മ പശു, അതിനകടെ ഉണ്ട്. അപ്പൊ അതിന്റെയാണ് ആ കുട്ടി. വരും നോക്കടാ, കുഞ്ഞൻ വരും നോക്കടാ. അയ്യോടാ അവനെ നമുക്ക് അങ്ങ് എടുത്തോണ്ട് പോയാലോ? വാ പോവാ. അവര് കൊണ്ടുപോകുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടെന്ന്. വാ മറ്റേള് മോനെ. അയ്യോ ഇങ്ങനൊക്കെ ആട്ടുന്നടാ. അപ്പൊ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ലപ്പോടുള്ള കാടുകളിൽ വരെ പോയിട്ടുണ്ടെങ്കിലും പശു നോക്കണം നീയെ. ഇവിടെ ഒന്ന് സുഞ്ചാനെ പേടിപ്പിച്ചാൽ നോക്കോളൂ. ഇവിടെ പാടിയതിന്റെ അച്ഛൻ കൊണ്ടുവച്ചേക്കുന്നു ഈ കമ്പോല. സൂബീസാന്ന് എനിക്ക് മനസ്സിലായി. അങ്ങോട്ട് വീട് കഴിഞ്ഞത് ഊബീസാവും. അപ്പുറത്തോട്ട് വീണാലേ ഊബീസാവും. ഇത് സൂബീസ്. ഏകദേശം പോയി സെറ്റ് ആയിട്ടുണ്ട്. ഞങ്ങള് ബ്രെഡൊക്കെ കഴിച്ച് അപ്പൊ ഉഞ്ചരിച്ച് വെള്ളം കൊടുക്കാന്ന് വിചാരിച്ചു. ഇവിടുത്തെ എക്സ്പ്ലോർ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോകാന്ന് വിചാരിച്ചിരിക്കും. അപ്പൊ അതിന് മുമ്പ് ഇരുന്നാണ് അപ്പൊ ഇവിടെ പാറയിൽ വെച്ച് വെള്ളം കൊടുപ്പുണ്ട്. എന്റെ ശുഞ്ഞിന് കൊടുക്കാം. വെള്ളം കുടിക്കാൻ പാ. അത് കഴിഞ്ഞിട്ടേ ഞാൻ നോക്കിയപ്പോ ഇത് എന്താരാന്ന് എനിക്ക് അറിയില്ല. കാണുന്നുണ്ട്. വെള്ളം കുടിച്ചു. ആ കുടിച്ചു മന്ദബുദ്ധി ബാക്കി
അവള് വെള്ളം കുടിക്കുക അതല്ലേ പറഞ്ഞത്. കണ്ട ഇതൊരു ആലാണ്, എന്ത് പെരേല അരയാലെന്നൊക്കെ പറഞ്ഞ് കുറെ പേരുണ്ടല്ലോ. അതൊന്ന് കാണിച്ചടാ. അതുപോലത്തെ ഒരു സാധനമാണിത്. ചുമ്മാ ഇങ്ങനെയാണല്ലോ ചടങ്ങുകൾ ഉണ്ടാവുന്നത്. ആരൊക്കെയോ ഇവിടേക്ക് എന്തൊക്കെയോ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എന്തെങ്കിലും കെട്ടിടാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒന്നുമില്ല, ഈ 2 വള്ളി എൻ്റെ കയ്യിലുണ്ട്, ഇത് വലിച്ചു പൊട്ടിച്ച് കഴിഞ്ഞാൽ തുണി കീറിപ്പോവും, താഴെ വരെ പോകേണ്ടതാണ്. കത്രിക ഇല്ല, കത്രിക ഉണ്ടെങ്കിൽ ഇതിങ്ങനെ പൊട്ടിച്ചു നോക്കായിരുന്നു. അപ്പൊ പറ്റിച്ചോട്ടെ, അടുത്ത മഴ പെയ്യും. അപ്പൊ ഞാൻ ഓർത്തത്, ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ സുഞ്ചുമോളുടെ കഴുത്തിലേ ഒരു ചരട് ഇട്ടിട്ടുണ്ടായിരുന്നു. സുഞ്ചുമോൾ പറയാം, ഓഹോ അതും കൊണ്ടാണ് നീ വന്നല്ലേ. ആ ചരട് ഊരിയിട്ട് ഇവിടെ കെട്ടിടാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾക്ക് കുറെ വർഷം കഴിഞ്ഞ് വരുമ്പോൾ കാണാം, അല്ലെങ്കിൽ ഞങ്ങൾ അറിയുന്നവരാരെങ്കിലും ഇവിടെ വരുമ്പോൾ കാണും. അപ്പൊ അത് ഊരുമ്പോ നീ കാണിച്ചു തരാം. കുടിച്ചോ കുടിച്ചോ, താഴെ വരെ പോണ്ടതാ, ഇനി വേറെ പറ വെള്ളമൊന്നും കാണത്തില്ല. മറ്റേ ദുൽഖർ പറയത്തില്ല എന്നിട്ടിടെ ഫുൾ മിനറൽസ് ഉള്ള വെള്ളം കുടിച്ചിട്ട് വരും. വാ മതി, ഫുൾ മിനറൽസ് വാള് വെക്കേണ്ടി വരും. വാ നീ വാ. ഞാൻ എന്റെ സുഞ്ഞിന്റെ വയതിൽ ചരടൂടെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ശരിക്കും അത് ഇനി വന്നേ, ഞാൻ എവിടെ അമ്പലത്തിൽ പണ്ട് പോയപ്പോ പൂജിച്ച് തന്നതാണ്. ഇങ്ങനെ തന്നെ എനിക്കിങ്ങനെ ഇടയ്ക്ക് പട്ട് കയറുമ്പോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് സുഞ്ഞന് ഇട്ട് കൊടുക്കാറുണ്ട്. ശരിക്കും ഇത് ആരും കണ്ടിട്ടില്ല, അനുകൂലം കണ്ടിട്ടില്ല, ആരും കാണാണ്ട് പാത്ത് വെച്ചിരിക്കുന്ന സാധനമാണ് ഇതേണ്ട. ഇത് അവൾക്ക് പൂജിച്ചിട്ടൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇതിട്ടിട്ട് ഇതവിടെ കെട്ടി വെക്കാൻ പോവുകയാണ്. നാളെ ഒരു കാലത്ത് ഇത് വളർന്നു വരുവാണെങ്കിൽ, വീടുകളിലൊന്നും ഇപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. കാരണം അയൽവർക്കം, ആ വർക്കം, ഈ വർക്കം, വീട് പോകും, മതില് പോകും, മരം പോകും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വെട്ടിക്കളയല്ലേ. അപ്പൊ ഞങ്ങൾ ഇത് ഇവിടുന്ന് കട്ട് ചെയ്തിടാം. സാധനത്തിന് ഞാൻ എന്റെ സുഞ്ചുമണിയുടെ എന്റെ അനിയനെയും പേര് പറഞ്ഞ് ഇത് ഇവിടെ ഒരു സാധനം കെട്ടിയിട്ടുണ്ട്. ഇതിന് മണ്ടയ്ക്ക് ആരൊക്കെ തുണികൾ കൊണ്ടുവന്ന് കെട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാറ്റ് ഇത് എന്തിനിങ്ങനെ വെക്കുന്നത് അറിയാവോ? ഇത് കാറ്റിൽ ഇങ്ങനെ പാറി 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 പോയില്ലെങ്കിൽ അത് സ്ട്രോങ് ആണെന്ന് അതിന്റെ അർത്ഥം. വേണേ 2 കെട്ടുകൂടെ കെട്ടിയിടാം. വേണ്ട, അല്ല അടുത്ത തവണ വരുമ്പോ ഞാൻ ഒരു പാടം കൊണ്ടുവരും. അടുത്ത തവണ വരുമ്പോ എന്റെ പാത്തുമ്പടെ ചുമ്മാ ഒരു രസത്തിന് കെട്ടിയിട്ടാണ് കേട്ടോ. ഇതിങ്ങനെ ഇവിടെ ഒരു മനുഷ്യരില്ല, നോക്കണ്ട. വിജനമായ ഏരിയയിൽ, അത് നമ്മുടെ കൂടെ ഉള്ളത് വിജനമായ ഏരിയയിൽ എന്റെ ശുഞ്ചുമോളെ ഹായ്. അപ്പൊ ഞങ്ങൾ ഇത് കെട്ടിയിട്ടിട്ടുണ്ട്. എന്റെ കയ്യിൽ ഇതേ ഉള്ളായിരുന്നു, അതുകൊണ്ട് എന്റെ സ്കാർഫ് ഒന്നും ഇല്ലായിരുന്നു. സ്കാർഫ് ഉണ്ടെങ്കിൽ ഞാൻ സ്കാർഫ് കെട്ടിയിട്ടാണ്, എല്ലാം വണ്ടിയിൽ ഇരിക്കുമോ ഒന്നും എടുത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ സുഞ്ചുമോളുടെ കഴുത്തിൽ നിന്ന് ഇത് വാങ്ങിച്ചു ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ശിവന്റെ ആണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. എന്തെങ്കിലും ഓർമ്മയ്ക്കായി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് നാളെ വണ്ടി കിടക്കുന്നിടത്ത് വന്ന് സുഞ്ചുമോളുടെ കിളി പോയി, എന്റെയും കിളി പോയി. ഞാൻ ഇവിടുന്ന് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്ന വഴിയിൽ കാണുന്ന കുറെ ചെടിയൊക്കെ പറിച്ചു. ചെടിയുടെ കൂടെ കുറെ അട്ടനെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ വണ്ടിക്കകത്ത് ആ പാൻറ്റൊക്കെ ഊരിക്കളഞ്ഞു. കാരണം അട്ടനെയും പാൻറ്റും ഷൂവും ഊരിക്കളഞ്ഞു. നമ്മൾ 2 സെക്കൻഡ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൂരെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് അട്ട, ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതിനകത്ത് മണ്ണും കൂടെ വരിയിട്ട് ഇത് ഇൻഡോർ പ്ലാന്റ് പോലത്തെ എന്തൊക്കെയാ സാധനമാണ്, കിളിക്കോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. എല്ലായിടത്തും പോകുമ്പോഴും ഇങ്ങനെ ഞാൻ എടുത്ത് വെക്കാറുണ്ട്. വെച്ചിട്ട്